ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു താരണ്ട് വരുന്നു. ആ ലാലേട്ടൻ ബാലിച്ചേട്ടൻ ഇപ്പൊ ദിലീപേട്ടന്റെ കൂടെ ബബ്ബയില് ജോയിൻ ചെയ്തെന്ന് കേട്ടു. അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് തരാൻ പറ്റുമോ? ഷൂട്ട് എന്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഇനി ഒരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സുമതിയിൽ വളരെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിന്റെ സമയത്ത് അതിന്റെ ഷൂട്ട് നടക്കും. ബബ്ബല 3-4 പേരുള്ള കോമ്പിനേഷൻസ് ഉണ്ട്. ദിലീപേട്ടനും ധ്യാൻ ചേട്ടനും വിനീതേട്ടൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ. വിനീതേട്ടനും ധ്യാനൊക്കെയുള്ള കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപേട്ടനുള്ള കോമ്പിനേഷൻ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7 തുടങ്ങി ഷൂട്ട് ഉണ്ടാവും. 5-6 ദിവസം ഷൂട്ടുണ്ട് ഒരുമിച്ച്. മാസ് ആക്ഷൻ അതൊരു മാഡ്നസ് പരിപാടിയാണ്. ഭയങ്കര രസമുണ്ട്. ഒരു ടോട്ടലി ഏത് ജോണാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ടോട്ടലി വേറൊരു ജോണുള്ള ഒരു സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. ഇതല്ലാണ്ട് ഒരു അതിലേക്കൊരു ഒരു എൻ്റെ വിഷയം ചെയ്താണ് തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാനിപ്പോൾ ഇന്ന് ഏതൊരു ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നു, എന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അംബ്രോ എന്ന് പറഞ്ഞ് വിളിക്കണൊരു ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറുടെ പേര് വന്നിട്ട് ചിലപ്പോൾ അത്ര വിളിക്കില്ലായിരിക്കും. ആംബ്രോ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ചെയ്ത പേരാണ്. ഒരു ആഫ്രോ ലുക്കും പരിപാടിയെല്ലാം. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജിഞ്ചാറ്റിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. ബബ്ബയില് ഒരു വലിയ മലയാളത്തിൽ നിന്ന് ഒരു വലിയ താരം ഉണ്ടെന്ന് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഞാൻ പറയില്ല. ഉണ്ട് ഉണ്ടാ ധ്യാൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു താരം ഉണ്ട് വരുന്നു. ലാലേട്ടൻ അപ്പൊ ലാലേട്ടനാ. ഓക്കെ ലാലേട്ടനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങള് വേറെ പടങ്ങളിലേക്ക് പരിപാടി ഇവിടെ നൈസായിട്ട് വേറെ മഞ്ഞളിലെ പിള്ളേരെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു അമ്മയും കുഞ്ഞും എന്നൊരു രീതിയിലാണ് സിനിമ പോകുന്നത്. മഞ്ഞളിലെ പിള്ളേരെല്ലാരും അപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും. അത്രയുള്ളൂ. മഞ്ഞമ്മലല്ല, ഞങ്ങളെ കൂടെയുള്ള പിള്ളേരല്ലേ. എന്നെ വിളിച്ചിട്ടില്ല, ചോദിക്കാൻ വിളിച്ചു. പക്ഷെ അത് ഉറപ്പായിട്ട് കൂടെ ഉണ്ട്.